അല്ല ഇപ്പൊ സ്റ്റുഡൻസിന്റെ അജിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് മാനേജ്മെന്റിന്റെ പ്രോപ്പർ പ്രതിനിധിയെ കാണണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പൊ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കത് പോരാ. അവർക്ക് അതില് മാനേജ്മെന്റ് ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആരെങ്കിലും കാണണം എന്ന് തന്നെയാണ്. അതിന്റെ അന്വേഷണം തുടരുകയാണ്. 6 പേരടങ്ങുന്ന സംഘം. ഇല്ല നടക്കുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ അവർക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്ലനേഷൻ കിട്ടണം 5 days. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഷോക്കോസ് നോട്ടീസ്. വിദ്യാർത്ഥികൾ പറയുന്നത്. അത് ഞാൻ ആക്ച്വലി അതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നത് December 18-നാണ്. ഓക്കെ, അതിന് മുമ്പാണ് പരാതി എല്ലാം കൊടുത്തിരുന്നത്. അപ്പൊ മുമ്പുള്ള കാര്യം കമന്റ് ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. അതിന് പരാതി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഞാൻ വന്നതിന് കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഇല്ല കാരണം ഞാൻ വന്ന സമയത്ത് നമ്മളെല്ലാം ഇൻസ്പെക്ഷൻ ഗോഹാസിന്റെ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ, ആ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജോലികൾ ഇച്ചിരി തിരക്കായിരുന്നു. നല്ല ജോലിയായിരുന്നു. അപ്പൊ അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. കണ്ടിരുന്നല്ലോ, പരാതിയെ കുറിച്ചൊന്നും സംസാരിച്ചില്ല സാർ? നേരിട്ട് ഇല്ല, പരാതിയെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. അന്ന് നടന്ന ഡിസ്കഷൻ ആ പരാതിന്മേലായിരുന്നു. അതെ 10-ാം തീയതി നടന്നത് ഡിസ്കഷൻ എന്തായിരുന്നു? അതിലൊന്നുമില്ല. മാഡത്തിന്റെ പരാതിയുണ്ട്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. സൈബർ സെല്ലിന് അറിയാൻ മീൻസ് എന്റെ ഒരു ഇതാണ്, കാരണം അത് കൊടുത്തിട്ടുള്ളതാണ്. അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡത്തിന്റെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പൊ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് അന്ന് നിതിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? പരാതി പോയിരിക്കുന്നത് അന്ന് കുട്ടിയുടെ മരണത്തിന് ശേഷം രാത്രിയാണ് പരാതി. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു വ്യക്തതയ്ക്ക് സാറിന്റെ ചേംബറിലായിരുന്നല്ലോ അധ്യാപികയും നിതിൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് നിതിൻ ഈ കാര്യങ്ങളോടൊക്കെ റിയാക്ട് ചെയ്തത്? നിതിൻ ആദ്യം ഞാൻ മാഡത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാ കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛന്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പൊ മാഡത്തിന്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി, നാച്ചുറലി. മാഡം പഠിപ്പിക്കുന്നതാണ്, നല്ല ക്ലാസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ ഇതാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ. അടുത്ത ബന്ധമായിരുന്നു അത് എനിക്കറിയില്ല, കാരണം നമ്മുടെ കോളേജ് അല്ല, അത് മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റിൽ മെഡിക്കലും ഡെന്റലും ഉൾപ്പെടുന്നതാണ്. നിതിൻ അങ്ങനെയല്ല, നിതിൻ അത് ചെയ്ത് അത് അവസാനം എനിക്ക് തോന്നുന്നു നിതിനും തോന്നി. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. ഇതിന്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിന് മൊബൈലില്ല. ഓക്കെ, പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ് ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ സമയത്ത് വിളിച്ചിരുന്നോ? അവിടെ വെച്ചിട്ട് ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പൊ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്. ഇപ്പൊ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അധ്യാപകരുടെ ഭാഗത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന റാം അധ്യാപകൻ ആ സമയത്ത് ചേംബറിൽ ഉണ്ടായിരുന്നു? ഇല്ല. ഞങ്ങൾ ചേംബറിൽ ഉണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റില്. പിന്നെ സംഗീത മാഡാണോ? സംഗീത മാഡം അല്ല. ഈ റാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ 10-ാം തീയതി അതിന് മുൻപ് സംസാരിച്ചിട്ടുണ്ടോ? പരാതിയിട്ടില്ല അല്ലെങ്കിൽ പോലും എനിക്കൊരു ഇതിലും പറഞ്ഞിട്ടില്ല. നമ്മൾ നോർമലി ഇപ്പൊ എന്ത് വന്നാലും അങ്ങനെ ഇത് വന്നാലും അത് രജിസ്റ്റർ ചെയ്യും, അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. പുറത്തു വന്ന ഓഡിയോയിൽ പറയുന്നത് ഈ സ്റ്റാഫ് റൂം ഒരു പീഡന കേന്ദ്രമായിട്ടാണ്. ഒരു പുറത്തു വന്ന ഓഡിയോ സാർ ഇത് കേട്ടിട്ടുണ്ടാവും. കേട്ടു. പറയുന്നത് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു പീഡനം നടക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ? ഇല്ല, അങ്ങനെ സൂചനകളൊന്നും എനിക്ക് വന്നിട്ടില്ല. കുടുംബം പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ അധ്യാപികയുടെ നമ്പറിലേക്കാണ് ഇത്തരം സന്ദേശങ്ങൾ വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? കുടുംബത്തെ ഇത്തരം ഒരു കാര്യം കോളേജിൽ നിന്ന് അറിയിച്ചില്ല എന്നുള്ള കാര്യമാണ്. അല്ല, കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. ഈ ഇൻസിഡൻസ് നടന്നപ്പോൾ കാഷ്വാലിറ്റി തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അല്ല, അതിനു മുമ്പ് ഫോൺ ചെയ്തു. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന്റെ നമ്പേഴ്സും എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതെ, ഫോൺ ഏൽപ്പിച്ചിട്ടാണ്. പിടിച്ചു വെച്ചതൊന്നുമല്ല. പുള്ളി അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി അത് ഫോണോടെ വെച്ചു. നാച്ചുറലി ഇത്രയും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ ഫോൺ എടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പുള്ളി കുറച്ചു നേരം പുറത്തും ഉണ്ടായിരുന്നു. പിടിച്ചൊന്നും വാങ്ങിയതല്ല. പുള്ളി കുറച്ചു നേരം പുറത്ത് നിന്നതിന് ശേഷമാണ് പോയത്. പുറത്തും കുറച്ചു നേരം നിന്നതിന് ശേഷം. കരഞ്ഞാണോ കുട്ടി ഇറങ്ങിയത്? എങ്ങനെയാണ്? അങ്ങനെയല്ല, മാഡം സംസാരത്തിന് ശേഷം പ്രശ്നമായോ? അല്ല, സംസാരം പുള്ളി പറഞ്ഞില്ല ഞാൻ ലോൺ അടയ്ക്കും. കാരണം എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ മാഡത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാഡം പറഞ്ഞു അങ്ങനെയല്ല, എന്റെ പേരിലാണ്. അപ്പോഴും ഈ പേര് വരുന്നപ്പം ലത അങ്ങനെ ഒരു ഇതാണ്.